ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ MT അൽ ബഫിയ MT ബൊംബാസ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ കപ്പലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി. തൗഫീഖ്, ഒരു നാവികന്റെ ജീവനടക്കം നഷ്ടപ്പെട്ട വലിയ ആക്രമണമാണ് ഹോർമുസിലുണ്ടായത്. ഇന്ത്യ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുള്ളത്? എന്തെല്ലാം നടപടികളിലേക്ക് ഇന്ത്യ കടക്കും? വിദേശകാര്യ മന്ത്രാലയമാണ് അപലപിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായിട്ട് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുക കൂടിയാണ് ഈ പ്രസ്താവനയിലൂടെ ചെയ്യുന്നത്. MT അൽ ബഹിയ, അതോടൊപ്പം തന്നെ MT ഉവൈസ തുടങ്ങി കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ഈ കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കപ്പലിൽ ഉണ്ടായിരുന്നത് 30 നാവികരായിരുന്നു. ഈ 30 പേരിൽ 10 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അൽ ബഹിയയിൽ ഉണ്ടായിരുന്ന നാവികൻ കൊല്ലപ്പെട്ടു എന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ഈ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകിയിട്ട് ഇന്ത്യയുടെ കപ്പലുകൾ കടന്നുപോകാൻ അനുമതി ഉണ്ടായിട്ട് വരെ ആക്രമണങ്ങൾ US-ന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉൾപ്പെടെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ സമയത്തും വലിയ പ്രതിഷേധം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. ശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഒരു നാവികൻ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിലും ഇപ്പോൾ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ശരി തൗഫീഖ്.